തൊണ്ണൂറുകളിൽ മൃതപ്രായമായിരുന്ന KSUവിൻ്റെ തിരിച്ചുവരവിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ KSU ചെയർമാൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ KSUവിൻ്റെ ശക്തമായ നേതൃസാന്നിധ്യം എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്ന MS അനിൽകുമാർ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇന്റർ സോൺ കലോത്സവത്തിൻ്റെ ഒരു രാവ് ഇരുട്ടി വെളുത്തപ്പോൾ കുറ്റവാളിയായി ജയിലറയിലേക്ക്. ഒടുവിൽ ഹൈക്കോടതിയുടെ നിരപരാധി എന്ന വിധിയോടൊപ്പം പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ലീഡർ K കരുണാകരൻ്റെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവ് സത്യാന്തരം എന്ന ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകത്തിലൂടെ കാലം എഴുതിയിട്ടു. ഇന്ന് അഡ്വക്കേറ്റ് MS അനിൽകുമാർ, തൃശ്ശൂർ DCC വൈസ് പ്രസിഡന്റ്, നമ്മളോടൊപ്പം. നമസ്കാരം. അഡ്വക്കേറ്റ് ശ്രീ MS അനിൽകുമാർ കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് പ്രകമ്പനം കൊള്ളിച്ച ഒരു സംഭവത്തിൻ്റെ ഒരു പ്രതിസ്ഥാനത്ത് നിന്ന ആളായിരുന്നു. അതിനുശേഷം വലിയൊരു പാപക്കറയോടുകൂടി ജീവിതം മുന്നോട്ട് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു താങ്കളുടെ ജീവിതത്തിൽ. എല്ലാം കഴുകിക്കളഞ്ഞ് എതിരാളികളുടെ പോലും എതിർപ്പുകളെ അലിയിച്ചില്ലാതാക്കി പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിയമ വിദഗ്ധരുടെയൊക്കെ പിന്തുണ ആർജിച്ച് വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തെ അങ്ങയുടെ അനുഭവങ്ങളെക്കുറിച്ചാണ്. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയമാണ്. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയം നിയന്ത്രിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെടുത്ത് പരിശോധിച്ചാൽ, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുകളാണ്. എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ലീഡറെ പോലുള്ള ആളുകൾ ട്രേഡ് യൂണിയനിലൂടെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭൂരിഭാഗം ആളുകളും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നു വന്നത്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വരാനാണ് ഏറ്റവും എളുപ്പം. എനിക്ക് തോന്നുന്നു അതാണ് എളുപ്പം. ഞാനൊക്കെ ഒരു 13-14 വയസ്സ് മുതലൊക്കെ രാഷ്ട്രീയത്തിൽ സജീവമാണ്. ഇപ്പോൾ 14 വയസ്സ് മുതൽ 57 വയസ്സ് പിന്നിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ 43 വർഷക്കാലം. അപ്പം 43 വർഷക്കാലത്തെ അനുഭവം ഈ പ്രായത്തിൽ പറയണമെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ആളുകൾക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയം ഭയങ്കര രസമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചത് വളർന്നത് ഒക്കെ രാഷ്ട്രീയമില്ലാത്ത സ്കൂളുകളിലാണ്. LKG മുതൽ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂൾ ഇംഗ്ലീഷ് മീഡിയം, അത് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ ഹൈസ്കൂൾ ഇംഗ്ലീഷ് മീഡിയം. അവിടെ രണ്ടിടത്തും വിദ്യാർത്ഥി രാഷ്ട്രീയമില്ല. പക്ഷേ അതിനുശേഷം ക്രൈസ്റ്റ് കോളേജ് ഒരു 7 വർഷക്കാലം PG കഴിയുന്നവരെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 മാസ്മരിക ലോകത്തിൽ പ്രീ ഡിഗ്രി ഉള്ള ഒരു കാലഘട്ടം ഏതാണ്ട് ഒരു ഉണ്ടായിരുന്ന കുട്ടികളെ മുഴുവൻ, അന്ന് മിക്സഡ് അല്ല ക്രൈസ്റ്റ്, ഇപ്പം മിക്സഡാണ്, ഉണ്ടായിരുന്ന കുട്ടികളെ മുഴുവൻ പേരെടുത്ത് വിളിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഞാൻ. അപ്പം അത്രമാത്രം വിദ്യാർത്ഥികളുമായി ഒരു ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരാൾ. ഇന്നും അതേ അർത്ഥത്തിൽ തന്നെ ഈ ആത്മബന്ധം നിലനിർത്തുന്ന ഒരാൾ. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു എന്നുള്ളതിൽ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ യൂണിയൻ ഭാരവാഹി, UEC, പിന്നെ സിൻഡിക്കേറ്റ് മെമ്പർ, സെനറ്റ് മെമ്പർ അല്ലേ? ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. 1989 ക്രൈസ്റ്റ് കോളേജ് യൂണിയൻ ചെയർമാനായി. പിന്നീട് കോഴിക്കോട് സർവകലാശാല സെനറ്റിലേക്ക് 2 വട്ടം മത്സരിച്ചു. 2 വട്ടവും തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ KC വേണുഗോപാൽ എന്ന KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ 2ാം വട്ടം മത്സരിക്കുമ്പോൾ. ആ ഒരു കാലഘട്ടത്തിൽ KSUവിന് യൂണിയനുകളൊക്കെ കിട്ടി തുടങ്ങി, വീണ്ടും യൂണിയനുകൾ കിട്ടി തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. KC വേണുഗോപാൽ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ. അതായത് അപ്പോഴാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഭരണസാരഥ്യം KSUവിന് ലഭിക്കുന്നത്. അതായത് ഒരു കാലഘട്ടത്തിൽ KSU ക്യാമ്പസുകളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. KSUവിൻ്റെ പവാട KSU എന്ന് KSUവിനെ അധിക്ഷേപിച്ച ആളുകളുണ്ട്. അപ്പം KSUവിലൂടെയാണ് ഒരു പക്ഷേ കോൺഗ്രസ്സിന് കേരളത്തിൽ ജീവൻ ലഭിച്ചത് KSUവിലൂടെയാണ്. ആന്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കൾ കോൺഗ്രസ്സിന് ജീവൻ കൊണ്ടുവന്നത് KSUവിലൂടെയാണ്. ഒരുപക്ഷെ KSUവിലൂടെ അല്ലാതെ കടന്നു വന്ന ശ്രീ K കരുണാകരനും KSU നേതാക്കളെ രമേശ് ചെന്നിത്തല, G കാർത്തികേയൻ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അപ്പോൾ KSU ആയിരുന്നു ഇതിലൂടെ, KSUവിലൂടെ വന്ന നേതാക്കളാണ് എല്ലാം കൈകാര്യം ചെയ്തത്. അപ്പോൾ അന്ന് SFIയുടെ ഒരു കുത്തക ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ SFI ക്യാമ്പസ് പിടിച്ചടത്തിയിരിക്കുകയാണ്. ഒരു അക്രമ അന്തരീക്ഷം ഉണ്ടാക്കി, അവിടെ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി, ഇന്നവർ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ക്യാമ്പസുകളിൽ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി
പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ SFIയുടെ കൊടും ഭീകരത എന്നൊക്കെ പറയാവുന്ന ഭീകരതയെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് അല്ലെങ്കിൽ അത് ശക്തമായി എതിർത്ത് വന്ന ഒരാളാണ് ഞാനൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അവരുടെ നോട്ടപ്പുള്ളികളായത്. അതായത് അന്ന് KSU ഉയർത്തിയ വലിയൊരു മുദ്രാവാക്യമുണ്ട്, ഒരുപക്ഷെ താങ്കൾക്കത് ഓർമ്മയുണ്ടാകും, KSU ഫോർ ക്യാമ്പസ് പീസ് എന്ന്. അതായത് ക്യാമ്പസിൽ സമാധാനത്തിന് KSU എന്ന് പറഞ്ഞാൽ ക്യാമ്പസിനെ അക്രമകാരികളുടെ ഒരു താവളമാക്കി SFIക്കുള്ള ഒരു മറുപടിയാണ് ആ മുദ്രാവാക്യം. ആ മുദ്രാവാക്യവുമായിട്ടാണ് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ KSU ഫോർ ക്യാമ്പസ് പീസ് ആ കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളൊക്കെ കടന്നു വന്നത്. അതിനുശേഷം ഡിസോൺ കലോത്സവത്തിലാണല്ലോ ജീവിതത്യാഗ മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടാകുന്നത്. അത് അന്ന് SFIയുടെ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് കോളേജിൻ്റെ യൂണിയൻ ചെയർമാൻ RK കൊച്ചനിയൻ, അദ്ദേഹത്തിൻ്റെ മരണം. അതിൽ ഒരു ദിവസം നേരം പുലർന്ന് കേൾക്കുന്നത് ഇങ്ങനെ പുലർച്ചെ ഉണ്ടായ ഒരു സംഘർഷത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ കുറേയധികം സമയം കഴിഞ്ഞാണ് താങ്കളുടെ പേര് വരുന്നത്. അന്നും പല ആളുകളും പറഞ്ഞത് കേട്ടിട്ടുള്ളൊരു കാര്യം, അന്ന് ഇദ്ദേഹം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നൊരു വാക്ക് പലരും പറയാറുണ്ടായിരുന്നു. അതിനുശേഷം പലപ്പോഴൊക്കെ ഇപ്പോൾ ഇത്ര വർഷങ്ങളൊക്കെ കഴിഞ്ഞു അന്വേഷിച്ചറിഞ്ഞപ്പോഴൊക്കെ പലരും പറയുന്നൊരു കാര്യം, അന്നത്തെ DCC പ്രസിഡന്റ് താങ്കളോട് പുറത്തൊക്കെ ആകെ പ്രശ്നങ്ങൾ പോയി കീഴടങ്ങാൻ പറഞ്ഞു, അങ്ങനെ കീഴടങ്ങി പിന്നുള്ളിലായി, അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്തായിരുന്നു ആ സംഭവം? അതായത് ഡിസോണിനല്ല പ്രശ്നം ഉണ്ടായത്. ഡിസോണിനുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ല, ക്രൈസ്റ്റ് കോളേജിലാണ് ഞങ്ങൾ ഡിസോൺ നടത്തിയത്. അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ SFIക്കാർ ശ്രമിക്കുകയും അതിന് ഞങ്ങൾ അതിശക്തമായിട്ട് ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ കൊല്ലം പോലും നിങ്ങൾക്കറിയാം, ഡിസോൺ നടന്നപ്പോൾ മാള ഹോളി ഗ്രേസ് കോളേജിൽ SFIക്കാർ ആക്രമണം ഉണ്ടാക്കാൻ പോയത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട KSUക്കാരെ പിന്തുടർന്ന് അവർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ആംബുലൻസിനെ അവർ ആക്രമിച്ചു. ഞാൻ പറയുന്നത് ഒരു 92-ന് ശേഷം 24-ും ഏറ്റവും 32 കൊല്ലത്തിന് ശേഷമുള്ള SFI ആണ്. അന്ന് 32 വർഷത്തിന് മുമ്പുള്ള SFI എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അന്ന് SFI ഒരു ഭീകര പ്രസ്ഥാനം തന്നെയാണ്, ഇന്നും ഭീകര പ്രസ്ഥാനമാണ്, അന്ന് തീർത്തും ഭീകരമായ പ്രസ്ഥാനമാണ്. പക്ഷേ അന്ന് ഈ ഡിസോണിന് പ്രശ്നമുണ്ടായി, അതിനെ തുടർന്ന് ഇന്റർസോണിന് പ്രശ്നമുണ്ടാകും എന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്റർസോണിന് ആദ്യ ദിവസങ്ങളിലൊന്നും ഓഫ് സ്റ്റേജ് ഇനങ്ങൾ നടന്ന അന്നൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷേ സ്റ്റേജ് ഐറ്റംസ് തുടങ്ങിയ അന്ന് തീർത്തും അപ്രതീക്ഷിതമായി അവിചാരിതമായി പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ RK കൊച്ചനിയൻ എന്ന് പറയുന്ന ഗവൺമെൻറ് കോളേജ് ജനറൽ സെക്രട്ടറി ബാഡ്ജിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ കുത്തേറ്റ് മരിച്ചു. നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. ഒരു കൊലപാതകമുണ്ടായി. അത് ഒരൊറ്റ കുത്താണ് മരിച്ച ആൾക്ക് ഏറ്റിരുന്നത്. ആ കുത്തേറ്റ് RK കൊച്ചനിയൻ മരിച്ച സമയത്ത്, അല്ലെങ്കിൽ കുത്തേറ്റ് കൊച്ചനിയൻ അവിടെ നിന്ന് ഓടി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കൊച്ചനിയൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഈ സംഭവത്തിൽ പരിക്ക് പറ്റിയ 2 ആളുകളുണ്ട്. ഇവരാരും അവിടെ നിന്നില്ല. ഇവനെ ആശുപത്രിയിൽ എത്തിക്കാനൊന്നും വേണ്ടത്ര ഒരു ജാഗ്രത പാലിച്ചില്ല. തുടർന്ന് പോലീസൊക്കെ എത്തിയിട്ടാണ് ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ബോൺ ഡെഡാണ്. അപ്പോൾ എന്താണ് അവിടെ നടന്നത് എന്ന് അവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി വെളിച്ചത്തിൽ, പകൽ വെളിച്ചം പോലെ സ്വാഗത സംഘം ഓഫീസിന് ഉള്ളിൽ ബാഡ്ജ് ചോദിച്ച് ഈ കൊച്ചനിയനും സുഹൃത്തുക്കളും വരുന്നതും അവിടെ വെച്ച് തർക്കമുണ്ടാകുന്നതും ബാഡ്ജ് ഇല്ല എന്ന് പറയുന്നതും ഞാനൊന്നും ഈ സംഭവത്തിലില്ല. സംഭവ സമയത്തോ അതിന് ശേഷമോ ഇല്ല. പക്ഷേ ഈ തർക്കം ഉണ്ടാകുന്നതൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം. അതൊരു ആരും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല, ഒരു വിദ്യാർത്ഥി നേതാവ് അതിദാരുണമായി ഒരു കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാനടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ഞാനത് 92-ന് ശേഷം 25-8-33 കൊല്ലത്തിന് ശേഷവും ഞാനത് നിഷേധിക്കുന്നില്ല. ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ ചെയ്തോ ചെയ്തില്ല എന്നുള്ള വേറെ പ്രശ്നം. ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ താങ്കൾ പ്രതിസ്ഥാനത്ത് വരികയാണ്. അത് അതിന് പ്രേരിപ്പിച്ച കാരണം പാർട്ടി തന്നെയാണോ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. പ്രതിസ്ഥാനത്ത് വരുന്നത് ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പേരിലൊന്നുമല്ല. ഞാൻ കയറി എനിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം തന്നെ പ്രതിയാക്കണം എന്ന് ആരോടും പറഞ്ഞൊന്നല്ല. ഈ കൊച്ചിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊച്ചിനെ കുത്തുന്ന സമയത്ത് കൊച്ചിനിയൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര്, ഒന്ന് CW1 കേസ് വിറ്റ്നസ് 1 രാജൻ,
വിറ്റ്നസ് ടു റസാക്ക്, ഇവർ രണ്ടുപേരും സംഭവത്തിന് ദിക്സാക്ഷികളും സംഭവത്തിൽ പരിക്കേറ്റ ആളുകളുമാണ്. അവർ കൃത്യമായിട്ട് മൊഴി കൊടുത്തു. ഞങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചും കൊച്ചനിയനെ കുത്തി കൊലപ്പെടുത്തിയതും കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുന്ന അനിൽകുമാർ എന്ന വിദ്യാർത്ഥിയാണ്. അതാണ് അവരുടെ മൊഴി. വളരെ ട്യൂട്ടേഡ് FIR ആണ് അത്. ട്യൂട്ടേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു അഭിഭാഷകനാണ്. എൻ്റെ ഒരു 25 വർഷക്കാലം അധികമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ക്രിമിനൽ സൈഡിൽ എനിക്ക് നന്നായി ഫയലുകളുള്ള ഒരാളാണ്. അപ്പം എനിക്കറിയാം ട്യൂട്ടേഡ് FIR എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച FIR. പഠിപ്പിച്ച FIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് വരാൻ സാധ്യതയില്ലാത്ത FIR. പിൻ പോയിന്റഡ് FIR, അതായത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിയെ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നുള്ള കാരണത്താൽ പഠിപ്പിച്ചെടുക്കുന്ന ഒരു FIR. ആ FIR-ൽ അവർ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതും കൊച്ചനീനെ കുത്തി കൊലപ്പെടുത്തിയതും ഇന്ന ആളാണ് എന്ന് പറയുന്നു. പിന്നെ ഒഴിഞ്ഞു പറയാനും കഴിയില്ല. സാക്ഷി വഴിയും പരിക്കേറ്റവരും കൂടിയാണ് അവർ. സാക്ഷികളും പരിക്കേറ്റ ഒഴിവാക്കാൻ വന്ന് മുഖ്യമന്ത്രി കെ കരുണാകരനാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ആ കേസ് അന്വേഷണത്തിൽ സത്യസന്ധമായി അന്വേഷണം ഉണ്ടാകുമെന്നും പ്രതികൾ ഒഴിവാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായി നീക്കം നടത്തുകയും അതിലിപ്പോൾ ഈ യഥാർത്ഥ പ്രതിയുടെ ബന്ധുക്കാരായിട്ടുള്ള ആളുകൾ കുറച്ച് പേരുണ്ട്. അപ്പം അവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു ചതിയിനെ തുടർന്നിട്ടാണ്. അല്ലാണ്ട് അന്ന് കരുണാകരനാണ് മുഖ്യമന്ത്രി. രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കേസിൽ യഥാർത്ഥ പ്രതി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കേസ്? FIR പോയില്ലേ? അവൻ കുറ്റം ഏൽക്കൂലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജയിലിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന്. എന്താ പറയാ, ഞങ്ങള് റിമാൻഡിലായി. ഞാനും തൃശ്ശൂർ ഉള്ള മുകുന്ദനും പിന്നെ സെന്റ് തോമസിൽ പഠിച്ചിരുന്ന മാർട്ടിനും. അതിൽ എനിക്ക് പറയാനുള്ളത്, മുകുന്ദൻ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് CPM-ൽ ചേർന്ന് മരിക്കുന്നതിന് മുന്നേ CPM-ൽ ചേർന്നു. മാർട്ടിൻ സംഭവ സ്ഥലത്തില്ലേ, വീട്ടിൽ കിടന്നുറങ്ങുക. ഈ യഥാർത്ഥ പ്രതിയും മാർട്ടിനുമായിട്ട് രൂപസാദൃശ്യമുള്ളത് കൊണ്ട് മാർട്ടിനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട്, മാർട്ടിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് യഥാർത്ഥ പ്രതിക്ക് പകരമായിട്ട് പേര് കൊടുക്കുന്നത്. യഥാർത്ഥ പ്രതി ഇപ്പോഴും നിയമത്തിന്റെ പിടിയിലൊന്നും പെട്ടില്ല. യഥാർത്ഥ പ്രതികള് അതിപ്പോ ഞാൻ ഈ കൊച്ചിനെയും കൊലക്കേസിൽ പ്രതിയായ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഞാൻ മാത്രമുള്ള ഒരു കേസിൽ യഥാർത്ഥ പ്രതി അല്ലാത്ത ആളെന്ന് ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാനൊക്കെ ശിക്ഷിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചെല്ലുമ്പോഴും എൻ്റെ ധാരണ ഞാനൊരാൾ നിരപരാധി ശിക്ഷിച്ചു ചെന്നിരുന്നു, ബാക്കി എല്ലാവരും യഥാർത്ഥ പ്രതികളാണ്, അപരാധികളാണെന്നായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായത്. രാഷ്ട്രീയക്കാർ പ്രതികളാകുന്ന കേസിൽ ഒരു 90% കേസുകളിലും നിരപരാധികളാണ് പ്രതികളാക്കപ്പെടുന്നത്, നിരപരാധികളാണ് ശിക്ഷിക്കപ്പെടുന്നത്. താങ്കളുടെ സത്യാനന്തരം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൽ വായിച്ചിട്ടുണ്ട്, ജയിലിലൊക്കെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഒരു പ്രതി അവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര രൂക്ഷമായ പീഡനങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ താങ്കൾക്ക് അങ്ങനെ ഒരു പീഡനങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം താങ്കളുടെ നിരപരാധിത്വം താങ്കളുടെ സഹതടവുകാരൊക്കെ ബോധ്യപ്പെട്ടിരുന്നു. പിന്നെ അവർക്കൊക്കെ ക്ലാസ് എടുക്കുക അതിനുള്ള സൗകര്യങ്ങളൊക്കെ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല. എന്താ കാരണം, സത്യാന്തരം എന്ന് പറയുന്നത് ഇൻസൈഡ് ട്രൂത്ത്, ആന്തരിക സത്യം, ദി അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പുതിയ വാക്കാണ് സത്യാന്തരം. സത്യാനന്തരമല്ല, സത്യാന്തരം. അപ്പം ഈ സത്യാന്തരത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചതും പറയാൻ ശ്രമിച്ചതും ഒക്കെ അൾട്ടിമേറ്റ് ട്രൂത്താണ്, ഹിഡൻ ട്രൂത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സത്യമാണ്. അപ്പം അതിൽ സത്യമല്ലാത്ത ഒന്നും കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ കണ്ണൂർ സെൻട്രൽ ജയിലിനെപ്പോലുള്ള ജയിലിനകത്ത് CPM-ന് വലിയ മേധാവിത്വമുണ്ട്, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത മേധാവിത്വമുണ്ട്. അവിടെ വെച്ച് CPM-കാർക്ക് ഒരാളെ ആക്രമിക്കണമെങ്കിൽ നിഷ്പ്രയാസം ആക്രമിക്കാം. എന്നെപ്പോലുള്ള ഒരാൾ അവിടെ ചെന്നിട്ട് CPM തടവുകാർ ആക്രമിക്കാൻ ശ്രമിച്ച ഒരു കാലഘട്ടമൊക്കെ ഞാൻ ചെന്ന സമയത്തൊക്കെ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള എനിക്ക് ഒരു സഖാവ് മുരളിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സഖാക്കൾ, സുധാകരൻ, എൻ്റെ തൊട്ടപ്പുറത്ത് സെല്ലുണ്ടായിരുന്ന സുധാകരൻ, സഖാവ് സുധാകരൻ, കോമ്രേഡ് എന്നാണ് പറയാ, മുരളിയും കോമ്രേഡ് എന്നാണ് പറയാം. അപ്പം ഇവരൊക്കെ എന്നെ
എന്താ പറയുക, ഒരു അനുജനെ സംരക്ഷിക്കുന്ന പോലെ തന്നെ സംരക്ഷിച്ചു. അവർക്കൊക്കെ എല്ലാം അറിയാമായിരുന്നു. ഞാൻ ശിക്ഷിച്ച് അവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ കേസിൽ ഞാൻ നിരപരാധിയാണ് എന്ന് അവർ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിനനുസരിച്ച് എനിക്കൊരു പോറലേൽക്കരുത് എന്നൊരു അവർ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് ലീഡർ കരുണാകരനായിട്ടുള്ള ബന്ധം അങ്ങനെയൊക്കെ ആയിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ടുണ്ടായിരുന്നില്ലേ അത്? ലീഡർ കരുണാകരൻ എന്ന് പറയാനില്ല, ലീഡർ. എൻ്റെ പുസ്തകത്തിൽ ഞാനൊരു അധ്യായം അദ്ദേഹത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വൺ ആൻഡ് ഓൺലി ലീഡർ. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരേ ഒരു നേതാവിനെ ഞാൻ കണ്ടുകൊണ്ടിട്ടുള്ളൂ. അത് കരുണാകരനാണ് നേതാവ് എന്നാണ് എല്ലാവരും ആലോചിച്ചുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് നേതാവ് എന്നാണ്. അദ്ദേഹവുമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ടായിരുന്നു, വ്യക്തിബന്ധമുണ്ടായിരുന്നു, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരുപക്ഷെ ലീഡർ അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇത്ര ബന്ധമുണ്ടായിട്ടും എന്തുകൊണ്ട് നിരപരാധിയായ ഞാൻ പ്രതിയായി എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ബന്ധമില്ലാതെ ഇപ്പം പ്രതിയാവില്ല എന്ന് സംശയിച്ച ആളുകളുണ്ട്. പക്ഷെ ലീഡർ അതിൽ ഒരു നിലപാട് എടുത്തിരുന്നു. ആ നിലപാടിന് ലീഡർക്ക് ഒരു വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല. അപ്പം ലീഡർ അതിൽ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നിർദ്ദേശം വരെ കൊടുത്തിരുന്നതായിട്ടാണ് എൻ്റെ അറിവ്. പക്ഷേ ആരോഗ്യപ്പാടെയോ ലീഡറെ തെറ്റിദ്ധരിപ്പിച്ച് ലീഡർ ലാസ്റ്റ് ഞങ്ങളെയൊക്കെ സംരക്ഷിക്കാം എന്ന് ഒരു നിലപാടിൽ എത്തി. ലീഡർ ഞാൻ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു നേതാവ് വേറെ ഇല്ല. അത് കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നേതാവിനെ. പകരം വയ്ക്കാനില്ലാത്ത ഒരേ ഒരു നേതാവ്, അണികളെ ചേർത്ത് പിടിക്കാൻ. ഞങ്ങളൊക്കെ കരുണാകരൻ്റെ പൊളിറ്റിക്കൽ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഇന്നും ഞങ്ങൾക്ക് പ്രവർത്തകരോടൊക്കെ ഒരു വലിയ സ്നേഹം. എന്ത് വന്നാലും പ്രവർത്തകനെ സംരക്ഷിക്കും ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഞാൻ ഈ കൊലക്കേസിൽ പ്രതിയാകുന്നത്. 14-ാം ദിവസം ഞങ്ങൾക്ക് ജാമ്യം കിട്ടി. റിമാൻഡ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ ജാമ്യം കിട്ടി. എന്ന് ആലോചിച്ച് നോക്കിയേ, കൊലക്കേസാണ്. ഞങ്ങളെ കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞ് നവാബ് രാജേന്ദ്രൻ കുഴപ്പമുണ്ടാക്കി. അതിനെപ്പറ്റി പോലീസ് കോടതി തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. രത്തൻകുമാർ രാജാറാം കമ്മത്ത് എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് എന്നതിനോട് ആവശ്യപ്പെട്ടു. നിയമസഭ കലുഷിതമായി. പക്ഷേ ഒരു കൂസലും ലീഡർക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി ഒരു 14-15 ദിവസം കഴിഞ്ഞപ്പോൾ ലീഡർ ഇരിങ്ങാലക്കുടയിൽ വരികയുണ്ടായി കൂടൽമാണിക്യ ഉത്സവത്തിന്. മുഖ്യമന്ത്രിയാണ് അന്ന്. അപ്പം എന്നെ വിളിച്ചിട്ട് ലീഡർ ഞാൻ വരുമ്പോൾ അവിടെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു. കാറിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് നേരെ എൻ്റെ അടുത്ത് വന്ന് കൈ പിടിച്ചു. അപ്പോൾ അതായത് ഒരു സന്ദേശം അദ്ദേഹം നൽകുകയാണ്, ഇവിടെ തന്നെയല്ല, ഞാൻ കൂടെയുണ്ട്. ആ സന്ദേശം നമുക്ക് തരുന്നൊരു ധൈര്യം ഭയങ്കരമാണ്. അങ്ങനെ നേതാവ് ഇവിടെയുള്ളേ. എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നത് പ്രൊഫസർ സാവുത്തിൽ ലക്ഷ്മണൻ, അന്ന് MP ആണ്. സാവുത്തിൽ ലക്ഷ്മണൻ എന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച ഒരു ടീച്ചറാണ്. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേ ഞാനായിട്ട് അടുപ്പുണ്ട്. അപ്പോൾ ടീച്ചർ ലീഡറോട് ചോദിച്ചു, ലീഡറെ അവൻ കൊച്ചു പയ്യനല്ലേ? അപ്പോൾ ലീഡർ ചോദിച്ചു, അതുകൊണ്ട് ഇപ്പം എന്താ, കൊലയാളി എന്നല്ലേ അറിയപ്പെടുക എന്ന് ചോദിച്ചു. അപ്പോൾ ലീഡർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ ഇന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പം എന്താ, കൊലയാളി കരുണാകരൻ എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ നോക്കിക്കോളാം, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതാണ് കരുണാകരൻ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു കരുണാകരനെ പോലുള്ള നേതാക്കളുണ്ട് എങ്കിൽ കോൺഗ്രസ്സിന് ഒരിക്കലും ഭയക്കേണ്ടതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കരുത്തുറ്റ ഒരു നേതൃത്വം, അണികളെ ചേർത്ത് പിടിക്കാൻ. ഇപ്പം ഞാനന്ന് ശിക്ഷിച്ചിട്ടും എനിക്ക് പരാതിയൊന്നും ഉണ്ടായില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ലീഡർ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ഈ സത്യാനന്തരത്തിൻ്റെ പ്രകാശനത്തിനൊക്കെ എത്തിയപ്പോഴേ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കളുടെ അധ്യാപകർ, പ്രത്യേകിച്ച് വികാരിമാരൊക്കെ വന്ന് താങ്കളെക്കുറിച്ച് പ്രസംഗിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് പലരും സംസാരിച്ചത് വളരെ സാത്വികനായ ഒരു ഗാന്ധി പ്രചാരകൻ്റെ മകൻ, അദ്ദേഹമാണ് അനിൽകുമാറിൻ്റെ പിതാവ്. ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല, പിന്നീട് പല കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സപ്ലൈ ചെയ്യിക്കുന്ന ഒരാളൊന്നായിരുന്നില്ല, കൃത്യമായിട്ട് പരീക്ഷ എഴുതി അധ്യാപകർക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥി എന്ന
ഒക്കെ പല ആളുകളൊന്നും അധ്യാപകരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പഠനം ഇത്ര കലുഷിതമായ രാഷ്ട്രീയം, ഭയങ്കര സംഘർഷഭരിതമായ രാഷ്ട്രീയം തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പഠനത്തിൽ ഇത്രമാത്രം അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും? പഠനത്തിൽ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രം വെരി യങ് ഏജ്, ഞാൻ LKG മുതൽ 4ാം ക്ലാസ് വരെ സ്ഥിരം റാങ്ക് ഹോൾഡറായിരുന്നു. സ്ഥിരം, അതായത് LF വെച്ച് ഒരിക്കൽ പോലും എനിക്ക് ഫസ്റ്റ് റാങ്ക് മിസ്സായിട്ടില്ല. പെൺകുട്ടികളിൽ നിന്ന് പോലും എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിട്ടില്ല. ഡോൺ ബോസ്കോ എത്തിയപ്പോൾ അത് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത്, അത് വിട്ട് ഞാൻ പുറകോട്ട് പോയിട്ടില്ല. ഞാൻ തേർഡ് എനിക്ക് കിട്ടുമ്പോൾ ഫോർത്തായിരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഫോർത്ത് കിട്ടുമ്പോൾ തേർഡായിരുന്ന ഒരു മൈക്കിൾ ജോസ് ഉണ്ട്, ഈ നടവരമ്പത്താണ് വീട്. അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഡോക്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ വർഗീസ് KG എന്ന് സ്ഥിരം ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്ന ലോകം അറിയപ്പെടുന്ന എഞ്ചിനീയർമാരിൽ ഒരാളാണ്. അപ്പോൾ ഞാൻ പഠനത്തിൽ വളരെ ഉന്നത നിലവാരം കാഴ്ചവെച്ചിരുന്ന ഒരാളാണ്. അത് പിന്നെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ബേസിക് എഡ്യൂക്കേഷൻ, അച്ഛൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയച്ച് പഠിപ്പിച്ചു. അന്ന് ഇംഗ്ലീഷ് മീഡിയം വേറെ എവിടെ ഇല്ല, ഡോൺ ബോസ്കോ മാത്രമേ ഉള്ളൂ. അപ്പോൾ പഠനത്തിൽ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ പരിഗണന അത് തിരിച്ചു നൽകാനായിട്ട് നമുക്ക് നിർബന്ധം ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തെളിഞ്ഞ ബുദ്ധി, ഒരു വട്ടം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ സാധനം മണ്ടയ്ക്കകത്ത് കയറും. അപ്പം അതുകൊണ്ട് പരീക്ഷാ സമയത്തായാലും വെറുതെ ഇങ്ങനെ ഓടിച്ചു പോയാൽ മതി, പറ്റും. അത് സാധനം ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കയറണ മാതിരി കയറും. അതും എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചെന്ന വഴിക്ക് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ അവിടെ കഠിന തടവാണ്. കഠിന തടവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി അലോട്ട് ചെയ്യണം, പണിയെടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കഠിന തടവ് എന്ന് പറഞ്ഞാൽ വെറും തടവും കഠിന തടവും ഉണ്ട്. കഠിന തടവ് എന്ന് പറഞ്ഞാൽ ജോലി. അപ്പോൾ ഇൻസൈഡ് ഗാർഡനാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾക്ക് എഴുതുക. പൂന്തോട്ടത്തിനകത്ത് ചെടി നന്നാക്കുക, അല്ലെങ്കിൽ ചെടിക്ക് വളരുക, അങ്ങനത്തെ പണി എഴുതി കഴിഞ്ഞാലും എനിക്ക് അലോട്ട് ചെയ്തിരുന്ന വർക്ക് അവിടെയുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ല, ഈ സിറ്റിച്ച് ചെന്നതിന് ശേഷം ഇവർ പഠിക്കാൻ ആഗ്രഹിക്കുമല്ലോ, അങ്ങനെയുള്ള 10ാം ക്ലാസ്സുകാരൊക്കെ ഉണ്ട്. അവർക്ക് ഇംഗ്ലീഷ് എടുക്കാൻ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പൊ അതിനകത്തുള്ള തീവ്ര സഖാക്കള് പലരും എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഞാനാണ് അവർക്ക് ഇംഗ്ലീഷ് എടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവർക്ക് എന്നോടൊരു അധ്യാപകൻ എന്നുള്ളൊരു ബഹുമാനം കിട്ടിയിരുന്നു, അന്ന് ലഭിച്ചിരുന്നു. ഇന്നും ആ ബന്ധം ഞാൻ നിലനിർത്തുന്ന പലരും ഉണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് കുറ്റമുക്തനായി പുറത്തു വന്നതിന് ശേഷം രാഷ്ട്രീയത്തിൽ വേണ്ടി സജീവമായി. പിന്നെ പ്രധാനപ്പെട്ട ചുമതലകൾ പിന്നെ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളൂ പാർട്ടിയിൽ? ഹൈക്കോടതി കുറ്റമുക്തനായി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് KC വേണുഗോപാലിനോടൊപ്പം അല്ല, ഞാൻ KP അനിൽകുമാർ. അതിൽ എന്നെ സഹായിച്ച, ഏറ്റവും കൂടുതൽ സഹായിച്ചത് മറക്കാൻ കഴിയില്ല, കരുണാകരൻ, മുരളീധരൻ, പത്മജ, എല്ലാവരും സഹായിച്ചു. പക്ഷെ ഏറ്റവും നിർണായകമായ പങ്കുവെച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത് പാലക്കാട് MP PK ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠനാണ് എൻ്റെ മെന്റർ. എൻ്റെ രാഷ്ട്രീയ പുനഃപ്രവേശം, അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഞാൻ വന്നില്ല. എനിക്ക് ഇപ്പം രാഷ്ട്രീയമില്ല, എളുപ്പമല്ല. രാഷ്ട്രീയത്തിൽ 92 കൊച്ചിനെയും കൊലക്കേസിൽ പ്രതിയായി 10 വർഷത്തോളം ഞാൻ മാറ്റി നിർത്തപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ മുഖ്യധാര രാഷ്ട്രീയത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വധഭീഷണി, അതൊക്കെ പ്രശ്നങ്ങൾ വേറെ. അപ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങിയത് ശ്രീകണ്ഠനാണ്. എന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുക മാത്രമല്ല ചെയ്ത്, അന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ I ഗ്രൂപ്പിന്റെ നേതാവ് ആക്കുന്നതിലും ശ്രീകണ്ഠൻ വലിയ പങ്ക് വഹിച്ചു. അന്ന് ഞാനും ജോൺസൺ J ഓടക്കലുമായിരുന്നു I ഗ്രൂപ്പിന്റെ നേതാക്കൾ. ജോൺസൺ പിന്നീട് മരിച്ചുപോയി. അന്ന് A ഗ്രൂപ്പിന്റെ നേതാക്കൾ ഇന്നത്തെ കൽപ്പറ്റ MLA T സിദ്ദിഖും കോവള MLA M വിൻസെന്റുമാണ്. അപ്പൊ A ഗ്രൂപ്പിന്റെ M വിൻസെന്റും T സിദ്ദിഖും ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ. അന്ന് കരുണാകരനും മുരളീധരനും ഒക്കെ ആയിട്ട് നമുക്ക് ഉള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ തീവ്രമാണ്. അന്ന് കേരളത്തിൽ 2 ഗ്രൂപ്പുകളേ ഉള്ളൂ ശക്തമായിട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു 6 മാസം മുമ്പ് വരെ സജീവമായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലത്തിൽ ശ്രീ MS അനിൽകുമാർ സ്ഥാനാർത്ഥിയാവുന്നു. അതിനുശേഷം 6 മാസത്തിന് മുൻപ് താങ്കൾ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് തോന്നുന്നു. രമേശ് ചെന്നിത്തല കണ്ടു പറഞ്ഞു ഘടകകക്ഷിയുടെ സീറ്റ് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിലാണോ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റിലേക്കും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാതെ മാറിയത്?
എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഒടുവിൽ ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991-92 സെനറ്റ് മെമ്പറായിട്ട് മത്സരിച്ചാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഒന്നിലും പരാജയപ്പെട്ടിട്ടില്ല. കോളേജ് യൂണിയൻ ചെയർമാനായി, പിന്നെ 2 വട്ടം സെനറ്റ് മെമ്പറായി. അപ്പോൾ 92-ന് ശേഷം ഞാൻ മത്സരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-ഉം 8-ഉം 33 കൊല്ലമായിട്ട് ഞാൻ മത്സരിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മത്സരിക്കാനുള്ള ഒരു ത്വരയൊന്നുമില്ല. ഇപ്പം അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഫലം എന്തായിരിക്കും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം കേട്ടാ, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തെക്കാളേറെ തെരഞ്ഞെടുപ്പിൽ ആളുകളെ സ്വാധീനിക്കുന്ന കുറേ ഇടങ്ങളുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ തരംഗം ആഞ്ഞു വീശി. പക്ഷേ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോയി. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് ഇവിടെ വോട്ടൊന്നുമില്ല. പക്ഷെ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ 13,000 വോട്ടിന്റെ ലീഡ് സുരേഷ് ഗോപിക്ക് കിട്ടി. അപ്പൊ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. അതിനുശേഷം പിന്നീട് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വോട്ടിന് ജയിക്കുകയും കടുത്ത ഇടതുപക്ഷ വിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ പോലും ചേലക്കരയിൽ ഇടതുപക്ഷ സീറ്റ് നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം കുറേയും കൂടി ഒന്ന് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF നേതൃത്വം ശ്രദ്ധിച്ചാൽ ജനവികാരം ഇടതുപക്ഷത്തിനെതിരാണ് എന്ന് പറയുമ്പോൾ അത് BJPക്ക് പോകുന്നില്ല. BJPക്ക് വോട്ട് ചെയ്താൽ BJPക്കാർ ജയിക്കില്ല എന്നൊക്കെ ജനത്തിനറിയാം. പക്ഷേ ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ വോട്ട് BJPക്ക് പോകും. BJPക്ക് പോകുന്ന ഓരോ വോട്ടും ഫലത്തിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. ഞാനിപ്പോൾ പല ഇടതുപക്ഷത്തിൻ്റെ സാധാരണ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പോലും ഈ ഭരണം മാറണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്ന ഒരു ഘടകം വളരെ വലുതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞോളം പറഞ്ഞിരുന്നു. ഞാനത് എപ്പോഴും പറയുന്നു. എനിക്ക് ഇരിങ്ങാലക്കുട മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും പോയി മത്സരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എന്നോട് കഴിഞ്ഞോളെ രമേശ് ചെന്നിത്തല എന്നോട് പുതുക്കാട് മത്സരിക്കാൻ പറഞ്ഞതാണ്. പുതുക്കാട് ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എൻ്റെ പേര് ഐക്യകണ്ഠേന എഴുതി കൊടുത്ത സ്ഥലമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ബന്ധമില്ലാത്ത സ്ഥലത്ത് 15 ദിവസം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇരിങ്ങാലക്കുടയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ജയിച്ചാൽ ജയിക്കാമെന്ന്. പക്ഷേ ഇതൊക്കെ ജനം തീരുമാനിക്കേണ്ട കാര്യമാണ്, ജനത്തിന്റെ കയ്യിലേക്കുള്ള കാര്യമല്ല. അല്ല, സീറ്റ് തരേണ്ട കാര്യമല്ലേ പാർട്ടിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ രമേശ് ചെന്നിത്തലയോട് നേരിട്ട് പറഞ്ഞിരുന്നു, തോമസ് ഉണ്ണിയാടനെ വീണ്ടും നിർത്തരുത്. ഞാൻ തോമസ് ഉണ്ണിയാടനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. 96-ൽ തോമസ് ഉണ്ണിയാടൻ ആദ്യമായിട്ട് മത്സരിക്കാൻ വന്ന് തോറ്റുപോയപ്പോഴും അതിനുശേഷം 5 കൊല്ലം കഴിഞ്ഞിട്ട് 2001-ൽ മത്സരിക്കാൻ വരുമ്പോഴും 2001-ലും 2006-ലും 2011-ൽ വിജയിക്കുമ്പോഴും 2016-ൽ പരാജയപ്പെടുമ്പോഴും 2021-ൽ വീണ്ടും പരാജയപ്പെടുമ്പോഴും ഒക്കെ ഞാൻ ഉണ്ണിയാണ്ട കൂടി ഉണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് ഉറപ്പുണ്ട് ജയിക്കില്ല എന്ന്. പക്ഷെ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ TM പ്രതാപേട്ടൻ ഉൾപ്പെടെ പലരും വാശി പിടിച്ചു ഉണ്ണിയാടനാണെങ്കിലേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല. അതായത് അതിൽ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും CPM-നെയൊക്കെ CPI-നെയൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം. ആളുകളെ മാറ്റി നിർത്തണം. ഒരു 2-3 വട്ടാകുമ്പോൾ ആളുകളേക്ക് മാറ്റി നിർത്തിയാൽ, ഞാനായാൽ പോലും ഞാനിപ്പോൾ MLA ആയ എൻ്റെ മരണം വരെ ഞാൻ തന്നെ മത്സരിക്കുക, അങ്ങനെ പാടില്ല. അതായത് ആളുകളെ മാറ്റി നിർത്തണം, യഥേഷ്ടം മാറ്റണം. 1 അവസരം 2 അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആളെ മാറ്റിയിട്ട് പുതിയ ആളുകളെ കൊണ്ടുവരണം. അപ്പോൾ പുതിയ ആളുകൾക്ക് ഒരു പ്രതീക്ഷ വരും. പുതിയ ആളുകൾക്ക് ഇനിയിപ്പോൾ ശക്തരയൻ കൗളൊക്കെ പഠിച്ച് നിയമസഭയ്ക്കകത്ത് പ്രസംഗിക്കാനല്ല ഞാൻ പറയുന്നത്. ഒരു നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. ഇപ്പം എനിക്ക് എൻ്റെതായിട്ടുണ്ട്, അലൂഷിൻ്റെതായ രീതിയിലുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ, പുതിയ ആളുകൾ വരട്ടെ. അങ്ങനെ ചെയ്താൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും UDF-നായാലും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്തുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരം. ആ വികാരം ഉപയോഗിക്കാനും വിജയിക്കാനും നിഷ്പ്രയാസം കഴിയും. ഏതായാലും ഒരു പ്രക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ കടന്നുപോയി.
ഇപ്പോൾ വളരെ സജീവമായിട്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത്, അതുപോലെ തന്നെ റെഡ് ക്രോസിൻ്റെയൊക്കെ ജില്ലാ ചെയർമാനാണ്, സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സജീവമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ പ്രവർത്തകരും നേതാക്കളൊക്കെ ആയിട്ട് കാത്തുസൂക്ഷിക്കുന്നു. പല DCC പ്രസിഡന്റുമാരും സംസ്ഥാന കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിമാരൊക്കെ താങ്കൾ അടുത്ത സഹപ്രവർത്തകരായിരുന്നു, അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ അറിയാം. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അഡ്വക്കേറ്റ് എം എൽ സനിൽകുമാർ, നന്ദി. ഓക്കെ, താങ്ക് യു.